ഫ്രണ്ട്സ്, അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമുക്കിതിലേക്ക് ഒരു കമ്പൈൻഡ് ലെവൽ എക്സാമിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതായത് നിങ്ങൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. അത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അതായത് ICAR നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് പോസ്റ്റിംഗ് ലഭിക്കും. അത്യാവശ്യം നല്ല സാലറിയും അത്യാവശ്യം നല്ല സ്കെയിലിൽ സാലറിയും ഒട്ടനവധി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഈ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ CSER UGC നെറ്റ് അല്ല, അതല്ലാതെ നമുക്ക് ഇതിൻ്റെ നെറ്റ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കമ്പൈൻഡ് എക്സാമിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ വിവിധ എക്സാമുകൾക്ക് നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിലേക്കുള്ള എക്സാം സ്കീം ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിവിധ ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് വീഡിയോസ് കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിനും നിങ്ങൾ ലൈക്ക് or ഷെയർ ഒക്കെ ചെയ്യുക. കാരണം അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് അതിനോട് താല്പര്യമില്ല എന്ന് യൂട്യൂബ് മനസ്സിലാക്കിയിട്ട് യൂട്യൂബ് അതിൻ്റെ ഇംപ്രഷൻ കുറയ്ക്കുകയും ആ വീഡിയോസ് എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ആളിലേക്ക് റീച്ച് ആവില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഇത്രയും നമ്മൾ എന്താണ് കൂടുതൽ ടൈം എടുത്ത് നമ്മൾ കുറേ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആ വീഡിയോസൊക്കെ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ മിനിയാന്നൊരു വീഡിയോ ചെയ്തു, നമ്മുടെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ നഴ്സിംഗ് ഒക്കെ ആണ് അതിൽ. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട്. 233 വേക്കൻസി ഉണ്ട് കൂടെ കാണാൻ പറ്റും. പക്ഷേ 200 മുകളിൽ വ്യൂസാണ് വന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോസൊക്കെ ഇനി വ്യൂസ് കുറയുന്നതിനനുസരിച്ച് അത്തരം ടോപ്പിക് അല്ലെങ്കിൽ അത്തരം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളത് നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതായത് ക്വാളിഫിക്കേഷൻ ഉള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ. നിങ്ങൾക്കൂടെ കാണാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് നിങ്ങൾക്ക് കാണാം ഫാമേഴ്സ് വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 24 ഫെബ്രുവരി 24 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഫോർ കമ്പൈൻഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ്, ദെൻ അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് ARS എന്ന് പറയും. അതുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് SMS എന്ന് പറയും. അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ STO എന്ന് പറയും. ഈ പറയുന്ന നിങ്ങൾക്ക് 3 ലെവൽ എക്സാമിനേഷനാണ് ഇവിടെ ശരിക്കും ഈ ഒരൊറ്റ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ ഒരു കമ്പൈൻഡ് എക്സാമിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 22 ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 21 മെയ് ആണ്. 21 മെയ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് 2 ലെവൽ എക്സാമിനേഷൻ, അതായത് കമ്പൈൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 1 അല്ലെങ്കിൽ CBT നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തന്നെ നെറ്റ് 2025 അതുപോലെ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടുള്ള ARSൻ്റെയും SMSൻ്റെയും STOയുടെയും. അപ്പോൾ ARS എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവിടെ അഗ്രികൾച്ചർ റിസർച്ച് സർവീസാണ് ARS. മറ്റേത് SMS എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആണ്. ദെൻ അടുത്തത് STO എന്ന് പറയുന്നത് സീനിയർ ടെക്നിക്കൽ ഓഫീസറാണ്. അപ്പോൾ ഈ 3 എക്സാമിനേഷനും അതുപോലെ തന്നെ നെറ്റ് എക്സാമിനേഷൻ്റെയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് 2 to 4 സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 2025 എക്സാം വരിക. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് ഇതിലേക്ക് പഠിക്കാൻ. അപ്പോൾ അത് ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CSER UGC നെറ്റ് അല്ല, ഇത് വേറെ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് മെയിൻ എക്സാമിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ, അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യാം. ഇനി നെറ്റ് മാത്രം മതിയെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യാം. നെറ്റ് ക്ലിയർ ചെയ്താൽ തന്നെ ഈ പറയുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയുന്ന ലെക്ചർ പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ്. അത് മാത്രമല്ല, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ARSൻ്റെയും SMSൻ്റെയും അതുപോലെ STയുടെയും പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഒരൊറ്റ എക്സാമിനേഷൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഇതൊരൊറ്റ എക്സാമാണ് ഉണ്ടാകുക. അതിൻ്റെ ഡേറ്റാണ് ഏകദേശം ഇവിടെ പറയുന്നത്. ഇനി കമ്പൈൻഡ് മെയിൻ എക്സാമിനേഷൻ വരുന്നുണ്ട്. അത് ഡിസ്ക്രിപ്റ്റീവ് ആണ് കേട്ടോ. മറ്റതും ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ കമ്പൈൻഡ് മെയിൻ എക്സാമിനേഷൻ വരുന്നുണ്ട്, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് ഈ പറയുന്ന ARSൻ്റെയും SMSൻ്റെയും STയുടെയും
ടെസ്റ്റിലൂടെയാണ് വരുന്നത്. അപ്പോൾ നെറ്റ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് മെയിൻ എക്സാമിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റേ ഉള്ളൂ. അത് നിങ്ങൾ നിശ്ചിതമായുള്ള കട്ട് ഓഫ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു. നെറ്റ് ക്വാളിഫൈ ചെയ്താൽ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്താണ് ലെക്ചർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ARSഉം SMSഉം STAൻ്റെയും പ്രിലിമിനറിയാണ് ഫസ്റ്റ് എക്സാമിൽ നടക്കുന്നത് നെറ്റിൻ്റെ കൂടെ. അത് നിങ്ങൾ നിശ്ചയമായുള്ള കട്ട് ഓഫ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം എഴുതാം. മെയിൻ എക്സാം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ കാണിക്കാം. അത് ഈ ഡിസംബർ 7 നടക്കുക കേട്ടോ മെയിൻ എക്സാമിനേഷൻ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് വരാം. അതായത് കമ്പൈൻഡ് CBT എന്ന് പറയുന്നത് ഇവിടെ 3 എക്സാമാണ് അതിൽ നടക്കുന്നത്. ഒന്ന് നെറ്റ് 2025, ഒന്ന് ARSൻ്റെ പ്രിലിമിനറി, 2 SMSൻ്റെയും STയുടെയും പ്രിലിമിനറി. ഓക്കെ, ഇങ്ങനെ ഈ 3 രീതിയിലുള്ള എക്സാമിനേഷനാണ് ഒരൊറ്റ എക്സാമിൽ നടക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെറ്റിന് മാത്രം വേണമെങ്കിൽ നെറ്റിന് മാത്രം അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, നെറ്റ് മാത്രം മതി, നെറ്റ് മാത്രം അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ARS മാത്രമാണെങ്കിൽ ARS മാത്രം അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഇനി കമ്പൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ആ പ്രിഫറൻസ് കൊടുത്താൽ മതി. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് കമ്പൈൻഡ് മെയിൻ എക്സാമിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ARSന് എന്താണ് മെയിൻ എക്സാം ഉണ്ടാവും, അതുപോലെ SMSനും അതുപോലെ STക്കും നിങ്ങൾക്ക് എന്താണ് മെയിൻ എക്സാം ഉണ്ടാവും. ഓക്കെ, എക്സാം സെൻറ്ററൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസാണ് വരുന്നത്. അത്യാവശ്യം നല്ല എമൗണ്ട് അപേക്ഷാ ഫീസൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നെറ്റ് എക്സാം മാത്രം മതിയെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 1000 രൂപ അപേക്ഷാ ഫീസ് വേണം. ഇനി നിങ്ങൾക്ക് ARSO അല്ലെങ്കിൽ SMSO അല്ലെങ്കിൽ STSO അല്ലെങ്കിൽ STO അതല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ ഏതെങ്കിലും വേണമെങ്കിൽ അതിന് നിങ്ങൾക്ക് 1000 രൂപ സെപ്പറേറ്റ് കൊടുക്കണം. ഇനി അതല്ല നെറ്റ് വിത്ത് എനി കോമ്പിനേഷനാണ് ഈ പറയുന്ന ARS അല്ലെങ്കിൽ SMS STO ആണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ വരും. ഓക്കെ, അപ്പോൾ നെറ്റ് മാത്രം അതെങ്കിൽ നിങ്ങൾ 1000 കൊടുത്താൽ മതി. ഇനി കോമ്പിനേഷൻ മാറുന്നതനുസരിച്ച് എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഇനി EWS OBC ആണെങ്കിൽ എമൗണ്ടിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അവർക്ക് നെറ്റിനും അതുപോലെ നെറ്റ് വിത്ത് ഈ പറയുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ മാത്രമേ ചാർജ് ഉള്ളൂ. ARS അല്ലെങ്കിൽ SMS ST ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും കൊടുക്കണ്ട കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കേട്ടോ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഈ എമൗണ്ടേ വരുള്ളൂ, ചെറിയ എമൗണ്ടേ വരുള്ളൂ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. PWD കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പേജ് വൈസ് ആയിട്ട് തന്നെ പോകാം, ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിന് മുൻപ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പം സ്കാൻഡ് പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 200 KB ഫയൽ സൈസ് വരാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ ഡയമെൻഷനിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2/3 എന്ന് പറയുന്ന ആ രീതിയിൽ നമ്മുടെ ഫേസ് ഒരു 66% എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് അതിൽ കവർ ചെയ്യണം. അതായത് നമ്മൾ പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അതിൽ നമ്മുടെ 66% നമ്മുടെ ഫേസ് ആയിരിക്കണം അതിൽ കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ ചെറിയ നമ്മൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫിൽ നമ്മുടെ ഫേസ് ഒരു ചെറിയ ഭാഗം, ബാക്കിയൊക്കെ നമ്മുടെ ഷോൾഡറും ഇങ്ങനെയല്ല വേണ്ടത്. ഫേസ് ആണ് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. 66% നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞാൽ മതി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 2/3 എന്നുള്ള ആ ഒരു രീതിയിൽ അത് ഫേസ് കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. സ്പെക്സോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കും കേട്ടോ. അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് എങ്കിൽ വൈറ്റ് പേപ്പറിൽ 100 KB ഫയൽ സൈസ് വരെ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമുക്ക് ബ്ലൂ ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യണം, ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. ഇനി ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്ററാണ്. ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടോ. ടെസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെന്നൈ, തമിഴ്നാട് ആണെങ്കിൽ ചെന്നൈ, പിന്നെ കോയമ്പത്തൂർ ഉണ്ട്. പിന്നെ ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആണ്. ഓക്കെ, പ്രിലിമിനറി അതുപോലെ നെറ്റ് എക്സാമിനേഷൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമ്പ്യൂട്ടർ ബേസ്ഡ് നെറ്റ് എക്സാമിനേഷൻ്റെയും അതുപോലെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെയാണ് കമ്പൈൻഡ് എക്സാമിനേഷൻ്റെ. കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരം, കൊച്ചിയാണുള്ളത് കേട്ടോ ടെസ്റ്റ് സെൻറ്റർ. പിന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ ഉണ്ടല്ലോ, ഈ പറയുന്ന STO ARM SMSൻ്റെ, അതിൻ്റെ നമുക്ക് കേരളത്തിൽ കൊച്ചി മാത്രമേ ഉള്ളൂ സെൻട്രൽ കേട്ടോ. പിന്നെ തമിഴ്നാടൊക്കെ ഉണ്ട്, കോയമ്പത്തൂർ, ചെന്നൈയൊക്കെ ഉണ്ട്. ഇനി 3 ലെവലാണ്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്ന് പറയും. അത് ഞാൻ പറയില്ല, കമ്പൈൻഡ് എക്സാമിനേഷനാണ്. അപ്പോൾ സെക്ഷൻ A എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം അത് പറഞ്ഞിട്ട് ഞാൻ എന്താ ഓർഡറിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേജ് വിട്ടു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്ഷൻ A എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതല്ല. ഇത് ഈ പറയുന്ന ASRM നടത്തുന്നതാണ്. നമ്മുടെ ASRB, അതായത് ഞാൻ പറഞ്ഞല്ലോ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തന്നെ നടത്തുന്നതാണ്. അപ്പോൾ മറ്റേ നെറ്റുമായിട്ട് ഇത് നിങ്ങൾ എന്താണ് താരതമ്യം ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് ഫോർ ഡിറ്റർമിനിങ്. നിങ്ങൾക്കൂടെ കാണാം എലിജിബിലിറ്റി ഫോർ പൊസിഷൻ ഓഫ് ലെക്ചറർ ഓർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ in the state agricultural university or agricultural university or other agricultural university. അതായത് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലും മറ്റു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ലെക്ചർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് കയറണമെങ്കിൽ ഈ പറയുന്ന നെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ എയിൽ വരെ.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കമ്പൈൻഡ് എക്സാമിനേഷനാണ്. അതിൽ സെക്ഷൻ എ വരുന്നുണ്ട്, സെക്ഷൻ ബി വരുന്നുണ്ട്, ദെൻ സെക്ഷൻ സി, ഇങ്ങനെ 3 ലെവലാണ് വരുന്നത്. അപ്പോൾ സെക്ഷൻ എയിൽ വരുന്നത് നെറ്റ് എക്സാം ആണ്. അപ്പം നിങ്ങൾക്ക് നെറ്റ് എക്സാം വേണമെങ്കിലും അത് മാത്രം എഴുതാൻ ഞാൻ പറഞ്ഞു, അതിന് മാത്രം ഫീ അടച്ചാൽ മതി. അപ്പോൾ ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അതർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് എന്താണ് ലെക്ചർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് എന്താണ് കയറാനുള്ള ഒരു എലിജിബിലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ ഈ പറയുന്ന 1/1/2025 21 പൂർത്തിയായിരിക്കണം. എന്നാൽ അപ്പർ ഏജ് ലിമിറ്റ് ഒരു ഇഷ്യൂ എന്താണ് ഇവിടെ ബാധകമേ അല്ല, അത് എന്താണ് അപ്ലിക്കബിൾ അല്ല. നമുക്ക് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല ഇതിന്. എത്ര ഏജ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മിനിമം ഏജ് 21 പൂർത്തിയായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ഇവിടെ ബാധകമല്ല. എത്ര ഏജ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ് ഇതിലേക്ക് വേണ്ടത്. അത് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. PG നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഇയർ പഠിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 30/9/2025 നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് ഡിസിപ്ലിൻ എന്നുള്ളത് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇനി എക്സാമിനേഷൻ പ്ലാനാണ്. എക്സാമിനേഷൻ പ്ലാൻ പറഞ്ഞാൽ 150 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെറ്റിൻ്റെതാണ് ഇവിടെ പറയുന്നത്. 2 മണിക്കൂറായിരിക്കും നമുക്ക് ടൈം ഡ്യൂറേഷൻ. നിങ്ങൾ ഏതാണോ പേപ്പർ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. 1/3 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പിടിക്കും നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട ആ ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൽ ഡിസിപ്ലിൻ ആൻഡ് എലിജിബിലിറ്റി ആണ് പറയുന്നത്. അത് നമുക്ക് നെറ്റിൻ്റെ മാത്രമല്ല, നെറ്റിലേക്കും ARSലേക്കും SMS ആൻഡ് STOയിലേക്കും. ഈ ARS SMS STO എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പോൾ നെറ്റിലേക്കും ARSലേക്കും SMS STOയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സെയിം ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അത് ഡിസിപ്ലിൻ വൈസ് എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. എല്ലാത്തിലും PG വേണം കേട്ടോ, മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. അപ്പോൾ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, അപ്പോൾ നിങ്ങൾ PG ഒക്കെ എടുക്കാനുള്ളവരാണെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുക. ഇത്തരം എക്സാം ഒക്കെ ഉണ്ട്, ഇതൊക്കെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരം സ്കോപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവും പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാസ്റ്റ് ഇയറിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്തരം എക്സാമിന് നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ARS SMS അല്ലെങ്കിൽ STO ഒക്കെ ക്വാളിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണാം അഗ്രികൾച്ചർ ബയോടെക്നോളജിയിൽ PG പറയുന്ന മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ തീരില്ല. ഇവിടെ വിവിധ ഡിസിപ്ലിൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇതിൻ്റെ മെയിൻ ഡിസിപ്ലിനാണ്. അതിൻ്റെ അലൈഡ് ഡിസിപ്ലിൻസ് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ, അതിൽ അഗ്രികൾച്ചറൽ എൻറ്റമോളജി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാം കേട്ടോ. മൈക്രോബയോളജി, ഇക്കണോമിക് ബോട്ടണി, ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, നെമറ്റോളജി, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. പ്ലാന്റ് ബയോകെമിസ്ട്രി, പ്ലാന്റ് പത്തോളജി, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ PG കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഡയറി കെമിസ്ട്രി, ഫുഡ് സേഫ്റ്റി, ഇങ്ങനെ ഒരുപാടുണ്ട്. ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വെറ്ററിനറി മൈക്രോബയോളജി, ഇതിൽ ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. ഇതിൻ്റെ അലൈഡ് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ PG ഉണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, സോയിൽ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, അഗ്രോണമി, നിങ്ങൾക്ക് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ഹോം സയൻസ് ഇതുമായി ബന്ധപ്പെട്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, IT ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ നോക്കാം നിങ്ങൾ. ബയോ ഇൻഫർമാറ്റിക്സ് ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, ഇത്രയും ഡിസിപ്ലിൻ, ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഒന്നിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടോ എന്നൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്തത് നമുക്ക് സെക്ഷൻ ബിയിൽ പറയുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് ആണ്. ARS ആണ് സെക്ഷൻ B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ARS എക്സാമിനേഷൻ ഈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൻട്രി ലെവൽ സയൻറ്റിസ്റ്റ് ഇൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICR. ഓക്കെ, അതിൻ്റെ നമുക്ക് പേ ലെവൽ 10 ആണ്. 55,700 മുതൽ 1,82,400 അപ്പോൾ ഉയർന്ന സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നൊരു എക്സാമാണ് ഈ പറയുന്ന ARS എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് നമ്മൾ പറഞ്ഞ ആ കമ്പൈൻഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷ മതി. ആ അപേക്ഷയിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നെറ്റ് ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ARS, STO,
ദെൻ SMS ഒക്കെ ക്ലിയർ ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഒരു കമ്പൈൻഡ് എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിനേഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എക്സ്ട്രാ. ഇത്രയും കാര്യങ്ങളാണ്. സിലബസ് ഒക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും അവർ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. സിലബസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് ഇതിൻ്റെ ഈ പറയുന്ന ARSന് നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ പറഞ്ഞല്ലോ ARSന് ഏജ് ലിമിറ്റ് ഉണ്ട്, മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. മിനിമം 21 ആണ്. അതുപോലെ മാക്സിമം 32 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാൽ നെറ്റിന് മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല, എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1/8/2025 കണക്കാക്കി നിങ്ങൾക്ക് 32 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 37 വയസ്സ് വരെയും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും സർവീസ്മെനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നമ്മൾ പറഞ്ഞല്ലോ, വിവിധ ഡിസിപ്ലിൻ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇതിൻ്റെ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ 150, പിന്നെ മെയിൻ എക്സാമിനേഷൻ 300 മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ 45 മാർക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഉണ്ടായിരിക്കും. അത് തെറ്റായി രേഖപ്പെടുത്തിയാൽ 1/3 നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. ഇനി മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിൽ നിങ്ങൾക്ക് 300 മാർക്കാന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും. 50 വേർഡെങ്കിലും നമ്മൾ മിനിമം എഴുതണം എന്നുള്ളതാണ് കേട്ടോ ഏകദേശം. അതോടൊപ്പം തന്നെ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക് വെച്ചുള്ളുണ്ട്, പിന്നെ 5 ക്വസ്റ്റ്യൻ 15 മാർക്ക് വെച്ചുള്ളുണ്ട് കേട്ടോ. അപ്പോൾ എസ്സേ ടൈപ്പ് ആയിട്ടുള്ള ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ARSൻ്റെ വേക്കൻസി ആണ് കേട്ടോ. ARSൻ്റെ വേക്കൻസിയും കൂടെ കാണാം. SC/ST OBC അങ്ങനെ റിസർവ്ഡ് വേക്കൻസിയും PWD വേക്കൻസിയും ഒക്കെ കാണാൻ പറ്റും. അതിൽ ഓരോ ഡിസിപ്ലിൻ വൈസ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം കണ്ടോ, അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. ആകെ മൊത്തം 458 വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് സെക്ഷൻ സിയിൽ വരുന്ന നമുക്ക് ഈ പറയുന്ന 2 കാറ്റഗറിയാണ്. ഒന്ന് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് SMS-ഉം അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ STO ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ പറയുന്ന സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് സീനിയർ ടെക്നിക്കൽ ഓഫീസർ എക്സാമിനേഷൻ ഈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് സീനിയർ ടെക്നിക്കൽ ഓഫീസർ ഇൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലേക്കുള്ള സീനിയർ ടെക്നിക്കൽ ഓഫീസറും സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റിനെയും റിക്രൂട്ട് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നത്, ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ്. അതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാം. 56,100 മുതൽ 1,77,500 വരുന്നത്. ഓക്കെ, ഇനി ഇതിലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രിലിമിനറി എക്സാമിനേഷൻ CBT നമ്മൾ പറഞ്ഞത് കോമൺ എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് എല്ലാത്തിലേക്കും ഈ പറയുന്ന SMS STO അതുപോലെ SRS അതിൻ്റെ കമ്പൈൻഡ് എക്സാമിനേഷൻ തന്നെയാണ് അത് മെയിൻ എക്സാം. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റും നിങ്ങൾക്ക് മിനിമം 21 പൂർത്തിയായിരിക്കണം. 21 മെയ് 2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് 21 പൂർത്തിയാകുകയും 35 മാക്സിമം ഏജ് ലിമിറ്റ് 35 ആണ് കേട്ടോ. മാക്സിമം 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 38, SC/ST ആണെങ്കിൽ 40, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയും എക്സ് സർവീസ്മെനും നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ, ഡിസിപ്ലിൻസ് പറഞ്ഞില്ലേ, അതായത് ഡിസിപ്ലിനിൽ PG ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്ലാൻ ഓഫ് എക്സാമിനേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ 150 ക്വസ്റ്റ്യൻ CBT പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് 300 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 45 മാർക്ക് ഇൻ്റർവ്യൂ. നേരത്തെ പറഞ്ഞ പോലെ സെയിം സ്കീം കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ SC/ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. ഇവിടെ വേക്കൻസി SMS-ൻ്റെ വേക്കൻസി പൊസിഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക് കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്, എത്ര വേക്കൻസി ഉണ്ട്, 41 വേക്കൻസി ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് STOൻ്റെ വേക്കൻസി ഇവിടെ കാണാം. ടോട്ടൽ വേക്കൻസി വരുന്നത് 83 വേക്കൻസി അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങൾ SC/ST സർട്ടിഫിക്കറ്റിൻ്റെയും കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തിരക്കേണ്ട കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. EWS പിന്നെ PWD കാൻഡിഡേറ്റ്സ് എല്ലാത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. ആ വിവിധ ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് നെറ്റ് അപ്ലൈ ചെയ്യാം, ഈ പറയുന്ന SRS അപ്ലൈ ചെയ്യാം, അതുപോലെ ARS അപ്ലൈ ചെയ്യാം, അതോടെ SMS അപ്ലൈ ചെയ്യാം, STOയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് PG ഉണ്ടായാൽ മതി കേട്ടോ, ഏതെങ്കിലും ഡിസിപ്ലിനിൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ.
ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. GeoC Legendlandൻ്റെ ഹോം പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിൽ ഇതാ ASRB റിക്രൂട്ട്മെൻറ്റ് എന്ന് കാണാം. ഇനി ഇവിടെ കണ്ടില്ല നിങ്ങളുടെ സെർച്ച് ബട്ടൺ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ബാറാണ്. സെർച്ച് ബാറിൽ ASRB എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് താഴോട്ട് പോയി ഇവിടുന്ന് കാണാതാവും. അപ്പോൾ നിങ്ങളിവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് പേജ് അടിച്ച് അത് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ASRB റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്ക് കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒരു പേജാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക് കമ്പൈൻഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ്, അതുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ അവിടെ കാണാം നിങ്ങൾക്ക്. നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ 2025 അത് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യാറുന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയ ന്യൂ ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു പേജാണ് നമ്മൾ ഒരാളുടെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ, പേഴ്സണൽ ഇൻഫോർമേഷൻ, പ്രിഫറൻസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫീ പേയ്മെൻറ്റ്, പിന്നെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ, പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇത്രയാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. നിങ്ങൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ്, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ അനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് വീഡിയോ നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്തു തരും കേട്ടോ. കാരണം കുറച്ച് ആളുകളാണെങ്കിലും മറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് എഡിറ്റൊക്കെ ചെയ്യണം. ഈ പറയുന്ന വീഡിയോ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഇരുന്ന് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് പേര് മാത്രമാകുമ്പം നമുക്കത് കൂടുതൽ അങ്ങോട്ട് എന്തെയില്ല, അത് നമ്മൾ എടുക്കുന്ന ടൈമിന് നമുക്കത് പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന, ഇപ്പോൾ ഒരാളാണെങ്കിലും പറയുന്ന വീഡിയോസൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.